ഇല്ലാതാവാൻ സഹായിക്കുന്ന എന്നുള്ളത്. അപ്പോൾ സാധാരണ എല്ല് തേയ്മാനത്തിന് പറയുന്ന ഏറ്റവും വലിയ കാരണം എന്താണ്? കാൽഷ്യം ഡെഫിഷ്യൻസി. ഓക്കെ, കാൽഷ്യം ഡെഫിഷ്യൻസി. പിന്നെ എന്താണ് പറയാറുള്ളത്? വെയിറ്റ് ഒരു ഭാഗമാണോ? യെസ്, ഓഫ് കോഴ്സ്. കറക്റ്റ്. അപ്പൊ എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പിന്നെ എല്ലുകൾ തമ്മിൽ ഒരഞ്ഞ് ബോൺ ഓൺ ബോൺ പിന്നെ ഫ്രിക്ഷൻ നടന്ന് അവിടെയുള്ള കാർട്ടിലേജ് ഒക്കെ തന്നെ തേഞ്ഞു പോവുകയാണെന്നാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ധാരണ. പക്ഷെ ഈ ഒരു തേഞ്ഞു പോകുന്നത് ശരിക്കും ഒരു ഫിസിക്കലായിട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ ഒരു കെമിക്കലായിട്ട് ഫസ്റ്റ് നടക്കുന്നുണ്ട്. അത് പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന്റെ കാരണങ്ങളായിട്ട് പലതും വരാറുണ്ട്. ഇപ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മുടെ ജെനറ്റിക്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, അല്ലെങ്കിൽ അധികമായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നുണ്ടോ, മെഡിക്കേഷൻസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇൻഫെക്ഷൻസ് ഒക്കെ കറക്റ്റാണ്. പക്ഷെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. തേയ്മാനം എന്ന് വെക്കുമ്പോൾ 3 കാര്യങ്ങളുള്ളൂ. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഒരു യൂസ്, അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞാൽ അത് പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആണ്. പിന്നെ അതിന് നമ്മുടെ ശരീരത്തിന് തരാനൊന്നുമില്ല. അപ്പൊ ശരീരം അതിനെ കളഞ്ഞ് അതിന് പകരമായിട്ട് പുതിയതൊന്നും ഉണ്ടാക്കിയെടുക്കും. പുതിയൊരു കോശം അതിന്റെ പ്ലേസിൽ വരും. അപ്പൊ ഒരു 30-40 ദിവസം കൂടുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും പുനർനിർമ്മാണം, റീജനറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഡാമേജ് വരിക എന്നുള്ളത് ഉറപ്പാണ്. അതേ അളവിൽ തന്നെ നമുക്ക് എന്ത് വേണം? റിപ്പയറും വേണം, അല്ലെ? ഈ ഒരു 2 കാര്യങ്ങളും ബാലൻസിലായാൽ മാത്രമാണ് നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തെ ഓക്സിഡൻസ് വെച്ചാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ അതിലുള്ള പോഷകം ആണോ നല്ലത് എന്നാണ് നോക്കുന്നത്. നമുക്ക് വയറ് നിറയുന്നുണ്ടോ, അതുപോലെ നാക്കിന് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അല്ലെ? അപ്പൊ കൂടുതലും അങ്ങനെയുള്ള ഫുഡുകളാകുമ്പോൾ അതിൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അത്ര അധികം ഇല്ലാത്തപ്പോൾ ഈ ഡാമേജ് എന്ന് പറയുന്നത് അധികമാവും. ഡാമേജ് അധികമാവും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആ സമയത്ത് നല്ല ഫുഡുകൾ എടുക്കുന്നില്ല. അപ്പോൾ സാധാരണ നടക്കുന്ന റിപ്പയർ പോലും എന്താവാണ്? കുറഞ്ഞു പോകണം. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡാമേജ് നടക്കുന്നതിൻ്റെയും റിപ്പയർ നടക്കുന്നതിൻ്റെയും ഡിസ്റ്റൻസ് വളരെ അധികമായി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ ഒരു തേയ്മാനം എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അധികമായിട്ട് ഷുഗേഴ്സ് എടുക്കുന്ന സമയത്ത് തടിയും കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന തടി പിന്നെ സെക്കൻഡറി ആയിട്ടാണ് ഈ ഒരു ഫിസിക്കലായിട്ടുള്ള ഫ്രിക്ഷൻ ഒരു കാരണമായി മാറുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ പതുക്കെ ഇവിടെ ഉണ്ടാകുന്ന ഓരോ ജോയിന്റ്സിലും വരുന്ന ഡാമേജുകളാണ്. ഇപ്പോ നിങ്ങളൊരു ഇപ്പൊ ഫസ്റ്റ് ചോദിച്ച സമയത്ത് പറഞ്ഞത് കാൽഷ്യം എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ നമുക്കെപ്പോഴും ഇതുപോലെ തേയ്മാനം ഉള്ള കേസുകളിൽ ജനങ്ങൾക്ക് സാധാരണ അറിയുന്ന ഒരു കാര്യം കാൽഷ്യം മാത്രമാണ്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ കാരണം കൊണ്ട് കാൽഷ്യം മാത്രം എടുത്താൽ, കാൽഷ്യം ടാബ്ലറ്റ്സ് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ തേയ്മാനം നമുക്ക് മാറി കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. നമ്മൾ പോകുന്ന ഡയറ്റ് തന്നെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉള്ള പോലെ തന്നെ പോയാൽ മതി. അതിന്റെ കൂടെ ഈ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേയ്മാനം മാറും എന്നാണ് ധരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ എല്ലിന്റെ ഒരു വളരെ ചെറിയ ഭാഗമാണ് കാൽഷ്യം ഉള്ളൂ. 40% കൂടുതൽ കൊളാജൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് നമ്മുടെ എല്ലിന് സ്ട്രക്ചർ കൊടുക്കുന്നത്. നമ്മുടെ എല്ലിന് മാത്രമല്ല, നമ്മുടെ ചർമ്മത്തിനും അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള അവയവങ്ങൾക്കൊക്കെ ഒരു സ്ട്രക്ചർ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കൊളാജൻ എന്ന് പറയുന്നതൊന്നും ആരും കണക്കിലെടുക്കാറില്ല. അല്ലെങ്കിൽ മാംഗനീസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, സെലീനിയം എന്ന് തൊട്ടുള്ള പലതരത്തിലുള്ള മറ്റ് മിനറൽസ് പോലും ആരും ആലോചിക്കാറ് പോലുമില്ല. ഇപ്പോ കൂട്ടത്തില് ആർക്കെങ്കിലും തേയ്മാനമുള്ളവരുണ്ടോ? മുട്ട് തേയ്മാനമുള്ളവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഇപ്പം മുട്ട് തേയ്മാനമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ലെഗ്മെന്റ് ഇങ്ങനെ വിട്ടു പോകുക, അങ്ങനെ ഒരു ഇഷ്യൂ ആണ്. ഇപ്പൊ മുട്ട് തേയ്മാനുള്ളവർക്ക് ഇപ്പൊ അതൊരു വെയിറ്റിന്റെ ഒരു ഇഷ്യൂ മാത്രം ആയിരുന്നെങ്കിൽ, ഇപ്പോ സാധാരണ നമ്മുടെ വെയിറ്റ് ബെയറിംഗ് ജോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പും നമ്മുടെ കാൽമുട്ടുമാണ്. ഇപ്പോൾ തേയ്മാനം ഉള്ളവര് നിങ്ങളൊന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ അവർ ശരിക്കും ഈ ഒരു വേദന കൊണ്ട് ശ്രദ്ധിക്കാത്തതാവാം, പക്ഷെ അവർക്ക് അവിടെ ഉണ്ടാവുന്ന പോലെ തന്നെ മറ്റുള്ള ജോയിന്റ്സിലും വേദന ഉണ്ടാവും. പ്രത്യേകിച്ച് ഷോൾഡർ ജോയിന്റില് തേയ്മാനം ഉണ്ടാവും, ചെറിയ ചെറിയ ജോയിന്റുകളിലും തേയ്മാനം ഉണ്ടാവും. പക്ഷെ ഈ ഒരു വേദന കാരണം കൊണ്ട് അവരത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രണ്ട് തെറ്റുകളാണ് കൂടുതലും ആൾക്കാർ ചെയ്യാറ്. വേറെ ഒന്നും തന്നെ മാറ്റാതെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. അത് വലിയ തെറ്റായി മാറാറുമുണ്ട്. ഒന്ന്, കാൽഷ്യം എടുക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ കാൽഷ്യം എടുക്കാൻ തുടങ്ങും, അതും കാൽഷ്യം മാത്രമായിട്ട്. മറ്റൊന്ന്, എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതൊരു വലിയ ഒരു കുഴപ്പമാണ്. കാരണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? വീണ്ടും അതിനുള്ള ഡാമേജ് കൂടുകയാണ്. വീണ്ടും അവിടെ നടക്കുന്ന തേയ്മാനം വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്ന, ഇപ്പോൾ വെറുതെ ഇരിക്കുന്നവരെ വിട്ടാലും ശരി, നിങ്ങൾ ഹെൽത്തി ആവാൻ വേണ്ടി ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ എക്സസൈസിന് പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹെവി എക്സസൈസിന് പോകുന്നുണ്ടെങ്കിൽ, ഈ വെറുതെ ഇരിക്കുന്നവരെക്കാളും കുഴപ്പത്തിലാണ് എക്സസൈസ് ചെയ്യുന്നവരുടെ ശരീരം. ഫുഡ്, ഏറ്റവും നല്ല ഫുഡുകൾ ആ ഒരു റിപ്പയറിനെ സഹായിക്കുന്ന, അവര് ചെയ്യുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന ഡാമേജുകൾ യഥാസമയം എല്ലാ ദിവസവും റിപ്പയർ നടക്കുന്ന രീതിയിലുള്ള നല്ല പോഷകങ്ങളുള്ള ഫുഡുകൾ കഴിച്ചാൽ മാത്രമാണ് അവർക്ക് ആ എക്സസൈസ് കൊണ്ട് ഗുണമുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ തേയ്മാനം ഉള്ളവരൊക്കെ ഞാൻ കാണാറുണ്ട്, എപ്പോഴും നടക്കാൻ പോകും, രാവിലെയൊക്കെ തന്നെ കാൽഷ്യം എടുക്കും, ഇത് നടക്കാനും പോകും. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആണ്. ഇപ്പൊ കാൽഷ്യം എടുക്കുന്നതിന്റെ മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാൽഷ്യം എടുക്കാത്തത് കൊണ്ടായിരിക്കില്ല. കൂടുതലും ഈ കാലത്ത് നമ്മൾ ഒരു 90% പേർക്കും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. ആരും തന്നെ വെയിൽ കൊള്ളേണ്ട ഒരു ആവശ്യം വരുന്നില്ല, ആരും തന്നെ പുറത്തു പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ കരിവാളിപ്പ് വരും, അല്ലെങ്കിൽ മറ്റ് സ്കിന്നിൽ ഇഷ്യൂസ് വരും, ചിലവർക്ക് മൈഗ്രെയിൻ വരും, മൈഗ്രെയിൻ ട്രിഗർ ആവും. എന്ന് പറയുമ്പോൾ വെയിൽ കൊള്ളുന്നുമില്ല, വിറ്റമിൻ ഡി ലെവൽസ് എത്രയാണ്? ഒരു 30-നും താഴെയാണ്. ചിലപ്പോൾ 8-5% ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ പൂർവികരുടെ ഒരു വിറ്റമിൻ ഡി ലെവൽസ് നോക്കുന്ന സമയത്ത് 80% ചുറ്റുമായിരുന്നു ഈ വിറ്റമിൻ ഡി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 25 ഉണ്ടെങ്കിൽ തന്നെ അത് മതി എന്ന് പറഞ്ഞാണ് എല്ലാവരും നടക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. നമുക്ക് എന്നും വിറ്റമിൻ ഡി നന്നായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫുഡിൽ നിന്ന് കാൽഷ്യം കിട്ടുന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു കാൽഷ്യം നമ്മുടെ എത്തേണ്ടടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിറ്റമിൻ ഡി വേണം. ഈ വിറ്റമിൻ ഡി കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ മഗ്നീഷ്യം വേണം. മഗ്നീഷ്യം വേണം, വിറ്റമിൻ എയും വേണം, വിറ്റമിൻ കെയും വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വെറും കാൽഷ്യം എടുക്കുന്ന സമയത്ത് പലപ്പോഴും ആ കാൽഷ്യം രക്തത്തിൽ തന്നെ കെട്ടിക്കെടുക്കുകയും, കാൽഷ്യം ഗുളിക എടുക്കുന്നവർക്ക് 70% പേർക്കും ഒരു 5-6 മാസത്തിനുള്ളിൽ കിഡ്നി സ്റ്റോൺസ് വരാറുണ്ട്. പിന്നെ നന്നായിട്ട് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വശം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, അത് മനസ്സിലാക്കി ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അതൊരു ഡൗൺ സൈഡ് ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതാണ് തേയ്മാനത്തിന്റെ ഒരു വിഷയം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കഴിക്കുന്ന ഇതുപോലെയുള്ള ഷുഗർ അധികമായിട്ടുള്ള, അല്ലെങ്കിൽ എണ്ണക്കടികൾ അധികമായിട്ടുള്ള, ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓക്സിഡൻസ്, എക്സസ് ഇൻടേക്ക് ഓഫ് ഓക്സിഡൻസ് എന്ന് പറയുന്നത് അതിനെ ദ്രവിപ്പിച്ച് കളയുന്ന, എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് തേയ്മാനം നടക്കുന്നതിന് മുന്നേ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ദ്രവിച്ചു പോയിട്ട് ആണ് ഫസ്റ്റ് തേയ്മാനം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അതിൽ ഷുഗറാണ് ഏറ്റവും വലിയ ഓക്സിഡന്റ്, കെമിക്കൽ ഓക്സിഡന്റ് ഏറ്റവും വലുത് ഷുഗറാണ്.
പിന്നെ ഓക്സിഡൈസ്ഡ് LDL, നമ്മൾ പൊരിച്ച കടികളോ കാര്യങ്ങളോ കഴിക്കുമ്പോൾ. പിന്നെ ഉള്ളത് ഏജ്, അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഷുഗറും പ്രോട്ടീനും ഉള്ള കോമ്പിനേഷനിൽ വരുന്ന ഒരു കാര്യമാണ്. HCA എന്ന് പറയുന്നത്, ഹെട്രോസൈക്ലിക് അമീൻസ് എന്ന് പറയുന്നത്, പ്രോട്ടീൻസ് ഒക്കെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. പക്ഷെ അത് വറുത്ത് കഴിക്കുന്ന സമയത്ത് അതിന് കെമിക്കലായിട്ട് രൂപമാറ്റം വരികയും നമ്മുടെ ശരീരത്തിൽ ഡാമേജ് വരുത്തുന്ന രീതിയിലാണ് അത് മാറുന്നത്. അതേപോലെ omega-6 അധികമാണെങ്കിൽ. അപ്പൊ ഇതൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തേയ്മാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യല്ല വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു 50-60 വയസ്സിലൊക്കെയാണ് തേയ്മാനം വന്നത്. ഇപ്പോൾ ഒരു 30 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ തേയ്മാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് മാത്രമല്ല, അതിന്റെ ഒരു ആഡഡ് ഇഷ്യൂ ആയിട്ടാണ് നമ്മളിപ്പോ കോള കുടിക്കുന്നതോ പെപ്സി കുടിക്കുന്നതോ ഒക്കെ. ഇപ്പോൾ എൻ്റെ ഒരു ശീലമായിരുന്നു, ഒരു 5 വർഷം മുന്നേ നമ്മൾ പിന്നെ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവാൻ നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ എയറേറ്റഡ് ഡ്രിങ്ക് കഴിക്കണം, അല്ലെങ്കിൽ ഒരു സോഡ കുടിക്കണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിന് ആ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ നമ്മൾ കുടിക്കുന്നത് നമുക്ക് ശരിക്കും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സയന്റിഫിക് റിസർച്ചിൽ പറയുന്നത്, ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലിന്റെ ബലക്കുറവ് ഉണ്ടാകുന്നതാണ്. പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് വരും. പിന്നെ ഈ പറയുന്ന പോലെ തേയ്മാനങ്ങൾ പെട്ടെന്ന് വരും. അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുക. ഇപ്പൊ നമ്മുടെ ഡയറ്റ് എടുക്കുന്നവരാണ്, നിങ്ങൾ എല്ലാവരും നമ്മുടെ ഡയറ്റ് എടുക്കുന്നവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാനുള്ള ഫസ്റ്റ് പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു വിഭാഗം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഫസ്റ്റ് നമ്മുടെ ആമാശയത്തിൽ കിടന്ന് ഈ പറയുന്ന ഫുഡൊക്കെ തന്നെ ദഹിക്കണം. നമ്മുടെ ആസിഡ്, നമ്മുടെ സ്റ്റമക്കിന്റെ ആസിഡിൽ കിടന്ന് എല്ലാം അലിഞ്ഞു ചേർന്ന് എന്നിട്ട് നമ്മുടെ കുടലിലോട്ട് ചെന്ന് എന്താവണം, നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്യണം. അപ്പോ ദഹനക്കുറവുള്ളവരോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർക്കോ ഇതുപോലെ തേയ്മാനം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ അഥവാ നിങ്ങൾ പിന്നെ തേയ്മാനത്തിന് പിന്നെ മരുന്ന് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, വിറ്റമിൻ ഡി കുറവാണോ എന്നുള്ളത് നോക്കാം. വിറ്റമിൻ ഡി കഴിക്കാം, മഗ്നീഷ്യം കഴിക്കാം, അതേപോലെ കൊളാജൻ എടുക്കാം. കൊളാജൻ നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ എല്ല് സൂപ്പുകൾ വെച്ചിട്ട് കുടിക്കാം. എല്ല് സൂപ്പിൽ നിന്ന് നന്നായി കിട്ടുന്ന ഒരു കാര്യമാണ് കൊളാജനും. ഗ്ലൂക്കോസമീനും കഴിക്കാം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം കോഡ് ലിവർ ഓയിൽ, അല്ലെങ്കിൽ മീനെണ്ണ, അല്ലെങ്കിൽ നല്ല മത്തിയും ചാളയും, അല്ലെങ്കിൽ കിളിമീൻ, പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയില്ല, ഈ പറഞ്ഞ മീനുകളൊക്കെ നിങ്ങൾ കറി വെച്ച് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഈ പറഞ്ഞ ഫാറ്റ് സോളിബിൾ വിറ്റമിൻസ്, വിറ്റമിൻ എ, വിറ്റമിൻ കെ ഒക്കെ നന്നായിട്ട് കിട്ടും. അപ്പൊ അതൊക്കെ നന്നായിട്ട് കഴിക്കാം. അതേപോലെ കൊളാജിന്റെ നല്ല അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വിറ്റമിൻ സിയും സുപ്രധാനമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ പേരക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് മാത്രമല്ലാതെ എൻ്റെ പേഷ്യൻസിന് തേയ്മാനം എന്നുണ്ടെങ്കിൽ ഞാൻ എക്സസൈസ് പറയാറില്ല, എന്ന് വെച്ചാൽ നടക്കാൻ പോകാൻ പറയാറില്ല, അല്ലെങ്കിൽ ജിമ്മിന് പോകാൻ പറയാറില്ല. ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം നല്ല ഫുഡുകൾ കഴിച്ച് ഈ പറയുന്ന പോലെ ഓക്സിഡൻസ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു 2 മാസം എടുത്ത് അവർക്ക് വേദന ഒക്കെ ഒന്ന് കുറഞ്ഞ് ഒരു ബിൽഡപ്പ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ എക്സസൈസ് പറയാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ തേയ്മാനം കണ്ട് വരുന്ന സമയത്ത് കാൽഷ്യം ഗുളിക എടുത്ത് വാക്കിങ്ങിന് പോകുന്നവര് ഒന്ന് ശ്രദ്ധിക്കണം. അതല്ല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതേപോലെ ഇനി അഥവാ തേയ്മാനം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് ബെഡിൽ കിടന്ന് അവിടെയുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കാൽമുട്ടിന് ചുറ്റുള്ള ലിഗമെന്റ്സും മസിൽസും ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു സപ്പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒരു സാവകാശം കിട്ടും. ഈ തേയ്മാനം ആ ഒരു പ്രോസസ്സിൽ നിന്ന് ഒരു സാവകാശം കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഹലോ സാർ, എനിക്ക് വൈറ്റമിൻ ഡിന്റെ കുറവ് നല്ലോണം ഉണ്ട്. അതിന് പ്രത്യേകിച്ച് എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഇപ്പോൾ കുറവാണെങ്കിൽ ഇപ്പൊ ടാബ്ലറ്റ്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രത്യേകിച്ച് 20 താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 15 താഴെയാണെങ്കിൽ 20 താഴെയാണ്. 20 താഴെയാണ്. അപ്പോൾ ഒരു 10 ദിവസം തുടർച്ച 60,000 നിങ്ങൾ ഡയറ്റീഷ്യനോട് ചോദിച്ചാൽ മതി. 10 ദിവസം തുടർച്ച എടുക്കുക, പിന്നെ ആഴ്ചയിൽ വെച്ചിട്ട് എടുക്കുക. അത് ഡയറ്റീഷ്യൻ പറഞ്ഞു തരും കേട്ടോ. ഒരു വർഷം മുമ്പ് അങ്ങനെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഞാനങ്ങ് നിർത്തിയായിരുന്നു. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ പല പല എൻസൈംസിനും വർക്കിങ്ങിനും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന പോഷകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ എന്നും ഫുഡ് കഴിക്കുന്നുണ്ട്, 3 നേരം ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നിട്ടും ഈ പറയുന്ന പോഷകങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ആ കഴിക്കുന്ന ഫുഡിൽ കാര്യമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ കഴിഞ്ഞ വർഷം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരു 6 മാസം മുന്നേ കഴിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ കഴിക്കാതിരിക്കരുത്. അപ്പൊ അത് ഇപ്പം നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. വെയിൽ കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ കൊള്ളാൻ പറ്റാത്തവരാണ് നിങ്ങൾ, ഉള്ളിലുള്ള ജോലികളാണ്, ജോലി തിരക്ക് കാരണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വെയിൽ കൊള്ളാൻ ഇഷ്ടമല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ടാബ്ലറ്റ്സ് എങ്കിലും എടുക്കുക. സർ, വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം എടുക്കാൻ പറ്റുമോ? വീക്കിലി ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? പിന്നീട് അത് പിന്നെ ഒരു നോർമൽ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഒരു 50-60 റേഞ്ചിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് മന്ത്ലി വൺസ് എടുക്കാവുന്നതാണ്. 60,000 യൂണിറ്റ് മന്ത്ലി. പക്ഷെ ശരിക്കും ആക്ച്വലി അത് നമുക്ക് ഡെയിലി വേണ്ട ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ശരിക്കും ഒരു നിശ്ചിത അളവ് നമ്മൾ പിന്നെ വെയിൽ കൊള്ളുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഡോസേജ് ഒരു 6,000 അല്ലെങ്കിൽ 5,000 യൂണിറ്റ് ഡെയിലി ഡോസേജ് വെച്ച് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സാർ, ഞാൻ ന്യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ ന്യൂറോളജി എനിക്ക് പെയിൻ ഉണ്ട്, മുട്ടിനും സ്പോണ്ടിലൈസിസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു, കുറവുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി 3 മന്ത് മന്ത്ലി 6,000 എടുത്തിട്ട് 3 മന്ത് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തൈറോയിഡിന്റെ ഡോക്ടർ ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്നും വൈറ്റമിൻ ഡി കഴിച്ചു വീക്കിലി പിന്നെ 10,000 വെച്ചിട്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പം 2 ഡോക്ടറും 2 രീതിയിലാണ് പറഞ്ഞു. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ, അതെങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഡെയിലി പറ്റുകയാണെങ്കിൽ ഡെയിലി എടുത്തോ, അതാണ് നല്ലത്. വീക്കിലി ആണ് 10,000 ആണ് വീക്കിലി എടുത്തോണ്ടിരുന്നത്. അത് എടുക്കാം അല്ലേ? അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കാം. സ്പോണ്ടിലൈസിസ് ഒക്കെ ഉണ്ട്, മുട്ടിന് വേദന ഉണ്ട്. പക്ഷെ ഞാൻ നല്ലതായിട്ട് എക്സസൈസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. മുട്ടിന് പറഞ്ഞാൽ മുട്ടിന്റെ സൈഡിൽ, ഒരു കാലിന്റെ മുട്ടിന്റെ സൈഡിലാണ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എക്സസൈസ് ചെയ്യരുത്. അതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുകൊണ്ടാണ് വേദന വരുന്നത്. അത് നമ്മൾ കേൾക്കുന്നത് വെച്ചാണ് നമ്മൾ അതങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഫുഡ് നന്നാക്കുക, ശരീരത്തിന് ഒരു ചാൻസ് കൊടുക്കുക. ഇപ്പോൾ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ആണോ ചെയ്യുന്നത്? ഫസ്റ്റ് നിങ്ങൾ എക്സസൈസ് ആണോ ചെയ്യുന്നത്? ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അല്ല. അതേപോലെ തന്നെയാണ് തേയ്മാനം എന്ന് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം, അവിടെ ബിൽഡപ്പ് ഉണ്ടാവണം, എന്നിട്ടാണ് നിങ്ങൾ എക്സസൈസ്. പക്ഷെ അതിന് ചുറ്റുമുള്ള മസിൽസ് നിങ്ങൾ ആ തേയ്മാനത്തിന് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എക്സസൈസുകൾ ഡയറ്റീഷ്യൻ പറഞ്ഞു തരും. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. സാർ, സ്റ്റെപ്പ് കയറുന്നതുകൊണ്ട് ഈ മുട്ട് തേയ്മാനത്തിന് പ്രശ്നം വരുമോ? എങ്ങനെയാണ് മാഡം? സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന എന്റെ വീട്ടിലൊക്കെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് വരുമോ? എന്തായാലും തേയ്മാനം അത് വീണ്ടും കൂടാൻ സാധ്യത ഉണ്ട്, സ്റ്റെപ്പ് കയറിയതുകൊണ്ട്. അപ്പൊ പറ്റുന്നിടത്തോളം റെസ്റ്റ് എടുക്കുക. പറ്റുന്നിടത്തോളം ഇതുപോലെ കുറച്ച് ബാൻഡുകൾ കിട്ടും, നീ ബാൻഡ് കിട്ടും. ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് വെച്ചിട്ട് നിങ്ങൾ നടക്കുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഊരി വെച്ചാൽ മതി. ഹലോ ഡോക്ടർ, എന്റെ റൈറ്റ് ലെഗിന് മാത്രം ഒരു പെയിൻ ഉണ്ട്, മുട്ടിന് താഴെ ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കുമ്പോ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോഴൊന്നും വേദന ഇല്ല. അപ്പോ നിങ്ങൾ കാൽമുട്ടിനുള്ള എക്സസൈസ് ചെയ്യുക കേട്ടോ. പിന്നെ വിറ്റമിൻ ഡിയും മഗ്നീഷ്യം എടുക്കാം. ഡോക്ടർ, ഹലോ ഡോക്ടർ, നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെ അളവ് നമുക്ക് സപ്ലിമെന്റ് എടുക്കാതെ വെറുതെ വെയിൽ കൊണ്ടാൽ മാത്രം ആവശ്യത്തിനുള്ള സപ്ലിതാവോ? മനസ്സിലായില്ല, എങ്ങനെയാണ് മാഡം? നമ്മള് വെയിൽ, ഡോക്ടർ പറഞ്ഞില്ലേ ആവശ്യത്തിന് വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും പറഞ്ഞില്ലേ? അതെ.
അത് നമ്മൾ സപ്ലിമെന്റ് എടുക്കാതെ തന്നെ ടാബ്ലറ്റ് എടുക്കാതെ തന്നെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കാതെ ആ. വെയിൽ കൊണ്ടത് മാത്രം നമുക്കിത് ആവശ്യത്തിന് കിട്ടുമോ? അങ്ങനെ കിട്ടും. പക്ഷെ വളരെ കുറവാണെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ടാബ്ലറ്റ് എടുക്കുന്നത് തന്നെയാണ്. അവൈലബിൾ ആണ്, ഓൾമോസ്റ്റ് എല്ലാ ഫാർമസിയിലും അവൈലബിൾ ആണ്. പിന്നെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് തന്നെ കൺഫ്യൂസിങ് ആവുന്ന രീതിയിലുള്ള റിസർച്ചുകളാണ് വരുന്നത്. അത്രയും അധികം പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ടർ പറയുന്നത് ഒരു നിശ്ചിത നമ്മൾക്ക് കൊള്ളാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ട് വിറ്റമിൻ ഡി കിട്ടുന്ന സമയം നമുക്കൊരു ഉച്ച സമയത്തുള്ളതാണ്. ശരിക്കും ഒരു 12 അല്ലെങ്കിൽ ആ ഒരു 2 മണി അങ്ങനെയുള്ള ഒരു വെയിലാണ്. പക്ഷെ അത് കൊള്ളുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മറ്റ് വേറെ ഇഷ്യൂസും വരുന്നുണ്ട്. ഒന്നാമത് പെട്ടെന്ന് തന്നെ മെലനിൻ പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് നമ്മുടെ ശരീരം തന്നെ ആ സൂര്യപ്രകാശത്തിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഒന്നാമത്. അപ്പൊ നമുക്കത് ആ റിസീവ് ചെയ്യുന്നതും കുറഞ്ഞു പോവുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വൈറസുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട്. അപ്പൊ അതിനൊരു സാഹചര്യം കിട്ടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്നത്, അത് പെറ്റുപെരുകുന്നത്. അപ്പോൾ ഇതുപോലെ വെയിൽ കൊള്ളുന്ന സമയത്തും കൂടുതൽ അധികമായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്തും അതിനൊരു സാഹചര്യം ഒരുക്കുന്ന പോലെയാണെന്നും റിസർച്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പക്ഷെ സാധാരണ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഞാൻ പ്രാക്ടീസിൽ കാണുന്ന ഒരു കാര്യം, ഒരു 10 തൊട്ട് ഒരു 9:30 തൊട്ട് ഒരു 10:30 വരെയുള്ള ഒരു വെയിൽ ഒരു 1/4 മണിക്കൂർ കൊള്ളുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ വളരെ കുറവാണെങ്കിൽ ഫസ്റ്റ് ടാബ്ലറ്റ് എടുക്കുക, അതിനുശേഷം ഈ വെയിൽ കൊള്ളുന്ന ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സർ, വെയിൽ കൊള്ളുമ്പോൾ പിഗ്മെന്റേഷൻ വരൂല്ലേ? അതാണ് പലർക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ടാബ്ലറ്റ് എടുത്തു എന്ന് പറയുന്നത്. ഒമേഗ 3 ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡയറ്റിന്റെ കൂടെ കഴിക്കണോ, അതോ നമ്മുടെ ഡയറ്റിൽ നിന്ന് തന്നെ നമുക്ക് അതിനുള്ള ഇത് കിട്ടുമോ? ഒമേഗ 3 എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ മുന്നേ ഉള്ള പോലെയല്ല നമ്മുടെ ഇപ്പോഴത്തെ ഫുഡുകൾ. നമുക്ക് എല്ലാം തന്നെ പാക്കറ്റിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഹൈലി പ്രോസസ്ഡ് ആണ്. അത് നല്ല ഫുഡുകളാണെങ്കിൽ പോലും ഒന്നുകിൽ ഫാർമുകളിൽ നിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഉള്ളതിൽ തന്നെ ഏറ്റവും ഗുണമുള്ളത് മുട്ടയാണ്. പക്ഷെ ആ മുട്ട പോലും, കോഴിമുട്ട പോലും നമുക്ക് എത്രത്തോളം അതിൽ മിനറൽസ് ഉണ്ട്, അതിൽ വിറ്റമിൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ്സ് എടുക്കുകയാണെങ്കിൽ പലർക്കും അതിന് ഗുണം ചെയ്യുന്നത്. ഇപ്പോ പച്ചക്കറികളാണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ അതൊരു മറ്റൊരു വിഭാഗം തന്നെയാണ്. നമ്മൾ കൂടുതൽ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഡിപ്രഷൻ ആയി പോകും. പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കണം, എന്തിനാ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിലായി പോകും. പക്ഷെ നമുക്ക് നിങ്ങളുടെ ഒക്കെ ഒരു റിസൾട്ട് കാണുമ്പോഴാണ് നമുക്കൊരു ധൈര്യം കിട്ടുന്നത്, നമുക്കൊരു ആശ്വാസം വരുന്നത്. കാരണം ഇപ്പോ ഉള്ളതിൽ തന്നെ വെച്ചിട്ട് നോക്കിയ ഒരു ഇൻഡസ്ട്രി വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമല്ല. തലപ്പത്തുള്ളവർ എങ്ങനെ പോയാലും അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു മായം ചേർത്തിരിക്കും. ഇപ്പോ നമ്മുടെ പാല് അല്ലെങ്കിൽ തൈര് ഒക്കെ ഉള്ള കേരളത്തിലെ തന്നെ വലിയ വലിയ കമ്പനികൾ എങ്ങനെയാണ്, ഒന്നും നല്ലതല്ല. അതൊക്കെ എന്തൊക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. എനിക്ക് പലവരും അങ്ങനെ പേഷ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് കഴിച്ചത് കാരണം, അത് കഴിച്ചാൽ മാത്രം പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂസ് വരും. അങ്ങനെ ഇഷ്യൂസ് വരാത്തവരും ഉണ്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള ബോഡിയിൽ പെട്ടെന്ന് ഇഷ്യൂസ് വരാറുണ്ട്. അവർ പിന്നെ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് ഹോം ഗ്രോൺ, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വീട്ടിന്റെ തൊട്ടടുത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പാലോ തൈരോ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ ഫാമിങ്, പ്രത്യേകിച്ച് വീട്ടിൽ കോഴി വളർത്തുകയാണ് അല്ലെങ്കിൽ താറാവ് വളർത്തുകയാണെങ്കിൽ അതിന്റെ മുട്ട കഴിക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പൊ പറ്റുന്നിടത്തോളം അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലാത്തവര് വലിയ ടെൻഷൻ അടിക്കേണ്ട. പറ്റുന്നിടത്തോളം നല്ല ഫുഡുകൾ തന്നെ, ഉള്ളതിൽ വെച്ച് നല്ല ഫുഡുകൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതുപോലെ മിനറൽസോ വിറ്റമിൻസോ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിന്റെ ക്യാപ്സ്യൂൾസ് എടുക്കുക. എന്തായാലും പിന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. സർ, മുട്ടയിലെ എല്ലാ മുട്ടകളും കഴിക്കാമോ? എങ്ങനെയാണ്? മുട്ടയില് താറാമുട്ട, കോഴിമുട്ട, അങ്ങനെ കാടമുട്ട, കുറെ വെറൈറ്റി ഉണ്ടല്ലോ, അതെല്ലാം കഴിക്കാമോ? എല്ലാം കഴിക്കാം. എല്ലാം ധൈര്യമായിട്ട് കഴിച്ചോളൂ. ടാബ്ലറ്റ്സ് പിന്നെ ഹെൽത്തിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവുക? ഏതാണ് മാഡം? ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഇന്ന് ഡോക്ടറെ സ്റ്റാറ്റസ് കണ്ടിന്. എന്റെ സ്റ്റാറ്റസാ? അല്ല, ഡോക്ടറെ നമ്പറാന്ന് അറിയില്ല. സിവ എന്നുള്ളൊരു പിന്നെ നമ്പർ സ്റ്റാറ്റസ് കണ്ടിനു.
എന്റെ ഓഫീസിലത്തെ ഇട്ടതായിരിക്കും. നല്ലതാണ്. പിന്നെ ഇതൊന്നുമില്ല, അതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, കഴിക്കേണ്ടവർ കഴിക്കാം. പക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങൾ നല്ല ഡയറ്റ് എടുക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല പിന്നെ റിസൾട്ടുകൾ കിട്ടും. അത് വെറുതെ വാങ്ങിച്ച് കഴിക്കുന്നവര് പിന്നെ അത് പൈസ വേസ്റ്റ് ആക്കുന്ന പോലെയാണ്. ചുരുക്കം പേർക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ മരുന്ന് കൊടുക്കുന്നവർക്കൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ അതോടൊപ്പം എന്തായാലും നല്ലൊരു ഡയറ്റും എടുക്കണം എന്നുള്ളത് എപ്പോഴും ഞാൻ നിർബന്ധം പിടിക്കാറുള്ള ഒരു കാര്യമാണ്. സാർ, നല്ല ഡയറ്റ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? എങ്ങനെയാണ് നല്ല ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിപ്പോ എടുക്കുന്ന ഡയറ്റ് തന്നെയാണ് എന്റെ കണക്കിൽ ഏറ്റവും നല്ല ഡയറ്റ്. കാർബോ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്. അതെ, കാർബ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടില്ല, ഒരു 30% നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൾസസ്, ലെഗ്യൂംസ്, വെജിറ്റബിൾസിലൊക്കെ ഒരു 30% കാർബ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര തന്നെ മതി, നമ്മുടെ ശരീരത്തിന് അത്ര തന്നെ കാർബ്സ് മതി. ഡോക്ടർ, നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഹെയർ ലോസ്, സ്കിന്നൊക്കെ ഡള്ളാവില്ല, അപ്പൊ ഏത് വൈറ്റമിൻസ് ആണ് യൂസ് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്ന സമയത്താണ് ഡള്ളാവുന്നത്? ഡയറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഡള്ളാവില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ദഹനക്കുറവുണ്ടെങ്കിൽ ഡള്ളാവും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വിറ്റമിൻ ഡിയും മെഗ്നീഷ്യം എടുത്താൽ മതി. അങ്ങനെ ഏതാണ് ഹെയർ ലോസ് ആവുന്നുണ്ട്? ഹെയർ ലോസ് ഉണ്ടെങ്കിൽ ഒന്ന് വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടാ. എന്തായാലും അത് പിന്നെ അതിന് കുറവുണ്ടാവാൻ സാധ്യത ഉണ്ട്. എങ്ങനെയാണ്? പിഗ്മെന്റേഷൻ എന്തെങ്കിലും റെമഡി ഉണ്ടോ? എന്ത് പിഗ്മെന്റേഷൻ ആണ്? ഫേസിൽ വരുന്ന പിഗ്മെന്റേഷൻ. ചെറുതാണോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പടർന്നു വരുന്ന പോലെയാണോ? കഴുത്തിലൊക്കെ ചെറുത് ഫ്രെക്കിൾസ് പോലെ വരുന്നതാ? എത്ര വർഷമായി വരാൻ തുടങ്ങിയിട്ട്? അത് കുറച്ചു നാളായി, ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. ചെറിയ ഡോട്ടാണ്. അതിപ്പോ ഏജ് 44 ആയതുകൊണ്ട് അതിങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡയറ്റ് കണ്ടിന്യൂ ചെയ്തോ. വേണമെങ്കിൽ ഗ്ലൂട്ടാത്തൈൻ എടുക്കാം, അതല്ലെങ്കിൽ അതിന് പിന്നെ കോഡ് ലിവർ ഓയിൽ എടുത്താലും മതിയാവും. ഈ പിഗ്മെന്റേഷൻ കൂടിയിട്ടേ അത് ഈ മെലാസ്മ ആകുമോ? ആവാൻ സാധ്യത ഉണ്ട്. അതിന് റെമഡീസ് ഉള്ളതാണോ? അതിനുള്ള റെമഡീസ് ഒക്കെ അതാണ് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ വരുന്നത് ഓക്സിഡേഷനിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഓക്സിഡേഷന്റെ ഡാമേജ് തന്നെയാണ് ഈ പറയുന്ന തേയ്മാനം വരുന്നതോ അല്ലെങ്കിൽ മെലാസ്മ വരുന്നതോ ഒക്കെ തന്നെ ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇനിയും നിങ്ങൾ പിന്നെ ഒന്നുകൂടെ സ്പീഡപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ omega-3 ഒക്കെ എടുത്താൽ മതി. ഈ ഡയറ്റ് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യണം? ഞാൻ അതിനൊരു സമയം ഇടുന്നില്ല. 1 month പറയുന്നുണ്ട്, പക്ഷെ സെക്കൻഡ് ടൈം എടുക്കുന്നവരും ഉണ്ടല്ലോ. അതാണ് ഞാനത് ഏറ്റവും മിനിമം, പ്രത്യേകിച്ച് രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ഞാൻ ഏറ്റവും മിനിമം ഒരു 4 മാസമാണ് പറയാം, ഏറ്റവും മിനിമം. അതൊരു ലൈഫ് സ്റ്റൈൽ ആക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് പിന്നെ ധൈര്യമായിട്ട് ആക്കിക്കോളൂ, അല്ലെങ്കിൽ ലൈഫ് ലോങ് അങ്ങനെ കഴിച്ചോളൂ എന്നും ഞാൻ പറയാറുണ്ട്. അതാണ് എന്റെ ആഗ്രഹം. പറ്റുന്നവരാണെങ്കിൽ, ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യാം. തൈറോയിഡിന്റെ ഗുളിക சார், இந்த டயட் ஸ்டார்ட் பண்ணதுக்கு அப்புறம் 3 times வெஜிடபிள்ஸ் சாப்பிட்றேன் அப்படிங்கிறது எனக்கே ப்ரௌடா இருக்கு. ஐ ஃபீல் ஹெல்தி ஆல்சோ. தேங்க்ஸ் ஃபார் தட். And for knees, I don't have pain in knees, sir. Kneesku inside calf kitta, sir. So they are telling here fibromyalgia condition. I have pain in neck also, sir. Is there any cure for that, sir? கான்ஸ்டிபேஷன் இருக்குதுங்களா உங்களுக்கு? மலச்சிக்கல் இருக்கு? இல்ல சார். வேற ஏதாச்சும் கேஸ்ட்ரிக் இஷ்யூஸ்? கேஸ்ட்ரிக் இஷ்யூஸ் அப்பப்போ இருக்கும் சார். எனக்கு மைக்ரேன் ஜாஸ்தியா வரும் சார். ஆமா, அப்ப அதில இருந்து தான் அது அந்த மாதிரி இஷ்யூஸ் வருது, சரிங்களா? அது அந்த மாதிரி டைஜஸ்டிவ் இஷ்யூஸ் இருக்கும்போது உங்களோட குடல்ல வந்து ஒரு இன்ஃபெக்ஷன் இருக்கும். அந்த இன்ஃபெக்ஷன் மாத்திட்டோம்னா கரெக்ட் ஆயிடும். ஓகே சார். அப்ப இந்த சரி பண்ணினாலுமே எனக்கு அந்த பெயின், ஃபைப்ரோமயாசிஸ், அந்த பெயின் குறையறதுக்கு வாய்ப்பு இருக்கு. கண்டிப்பா வாய்ப்பு இருக்கு, கண்டிப்பா இருக்கு. வேற கேஸ் தான் அது. நீங்க வந்து டயட்டீஷியன் கிட்ட ஹோம் ரெமெடிஸ் கேட்டா போதும், சரிங்களா? இப்போதைக்கு அப்படி கேட்டா போதும். அதுக்கப்புறம் மாறலனா கேளுங்க, நான் அதுக்கு டேப்லெட்ஸ் மருந்தெல்லாம் சொல்லி தரேன். ஷூர் சார். சார், குளூட்டோதைமின் யார் எடுக்கலாம் சார்? எல்லாருமே எடுக்கலாம். அது எதுக்காக எடுக்கிறோம் சார்?
அது மோஸ்ட்லி நம்மளோட மெட்டபாலிசம் அப்புறம் ஆல்மோஸ்ட் எல்லா இஷ்யூஸுக்குமே ஹெல்ப்ஃபுல்லா இருக்கிற ஒரு விஷயம் தான். ஆனா எடுக்கணும்னு அவசியம் இல்லை. நீங்க நல்ல டயட் எடுக்கும்போது காட் லிவர் ஆயில் எடுக்கும்போது எடுக்கணும்னு அவசியம் இல்லை, வேணும்னு எடுத்துக்கலாம். men and women டெய்லியுமே எடுக்கலாம் இல்லைங்களா சார்? டெய்லி எடுக்கலாம். കോട്ട് ലിവർ ഓയിൽ എങ്ങനെയാണ് മാഡം? ഹലോ സർ. ലിവർ ഓയിൽ നല്ലത്? എങ്ങനെയാണ് മനസ്സിലായില്ല? കോട്ട് ലിവർ ഓയിൽ ഏതാണ് നല്ല ബ്രാൻഡ് ഏതാണ്? കോഡ് ലിവർ ഓയില് ഇപ്പൊ നമുക്ക് പിന്നെ കിട്ടുന്നത് 7 C's ആണെന്ന് തോന്നുന്നു അല്ലേ? 7 C's നല്ലതാണ്, നല്ല പിന്നെ റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. അതല്ലാത്ത എങ്ങനെയാണ് ഡെയിലി ഒരു 1000 mg വരെ നിങ്ങൾക്ക് കഴിക്കാം. 7 C's കൂടുതലും 300 mgയുടേതാണ് വരുന്നത്. നിങ്ങൾക്ക് 3 എണ്ണം വെച്ചിട്ട് കഴിക്കാം ഒരു ദിവസം. സർ ഈ സ്റ്റെപ്പ് കാലിന്റെ മുട്ടുവേദന അങ്ങനെ കിർക്കിർന്ന് പറഞ്ഞ ശബ്ദം വരുന്ന എന്താ? തേയ്മാനം തന്നെയാണ് കേട്ടാ. തേയ്മാനത്തിന്റെ ഫസ്റ്റ് യൂറിക് ആസിഡ് ഉള്ളവർക്ക് പിന്നെ ഡയറ്റീഷ്യൻ പറഞ്ഞു തരും കേട്ടോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. അതല്ലാതെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഞാനത് പറഞ്ഞു തരാം, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്റ്റെപ്പ് കയറുമ്പോ ഒരു ശബ്ദം കാലിന്റെ മുട്ടിൽ നിന്ന് ഇങ്ങനെ തോന്നും, അപ്പൊ എക്സസൈസ് ചെയ്ത കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. നിങ്ങൾ എക്സസൈസ് ചെയ്യണ്ട. നിങ്ങൾ കാൽമുട്ടിന് മാത്രമുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്താൽ മതി. അത് ഡയറ്റീഷ്യനോട് ചോദിച്ചാൽ അതിനുള്ള വീഡിയോസ് അയച്ചു തരും കേട്ടോ. സാറേ ഈ തൈറോയിഡിന് മെഡിസിന് കൊണ്ട് നമുക്ക് മുട്ട് തേയ്മാനം വരുമോ? തൈറോയിഡിന്റെ മെഡിസിൻ കാരണം കൊണ്ടായിരിക്കില്ല, പക്ഷെ തൈറോയിഡിന് കാരണമായ കാരണങ്ങൾ കൊണ്ട് തന്നെ തേയ്മാനം വരും. അത് നമുക്ക് മെഡിസിൻ ഒഴിവാക്കാൻ പറ്റുമോ കുറച്ച് കഴിയുമ്പോ? അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ശരീരത്തിലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ആണോ എന്താണോ അതിന്റെ റൂട്ട് കോസ് അത് മാറ്റിയെടുക്കണം കേട്ടോ. അതിന് എന്തായാലും നമ്മുടെ ഡയറ്റ് അതിന് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ലെവൽസ് ഒക്കെ നോർമൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും അതുപോലെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് എങ്ങനെയാണ്? കേട്ടില്ല സർ. ഞാനേ 4 ദിവസമായി ഡയറ്റിങ് തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോ ഭയങ്കര തലമിന്നലൊക്കെ. അതെന്താ? നമുക്ക് പിന്നെ നമ്മുടെ ശരീരം എനർജി ആവശ്യമാണ്, എപ്പോഴും എനർജി ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരം വളരെ എളുപ്പത്തിൽ എനർജി എടുക്കുന്നത് മധുരങ്ങളിൽ നിന്നാണ്. മധുരങ്ങളിൽ നിന്ന് പെട്ടെന്ന് എനർജി കിട്ടും. അതുകൊണ്ടാണ് പോയിട്ട് ഗ്ലൂക്കോസ് കുത്തിവെക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നന്നായിട്ട് ഓടി അത്ലറ്റ്സ് അവർക്ക് ഗ്ലൂക്കോസ് പൊടി കൊടുക്കും, നാക്കിലിട്ടാൽ പെട്ടെന്ന് അലിയുന്ന. പെട്ടെന്ന് ഗ്ലൂക്കോസിൽ നിന്ന് എനർജി നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് ഹെൽത്തി അല്ല. എന്ന് വെച്ചാൽ അതിനുള്ളിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വളരെ അധികമാണ്. ഈ ഓക്സിഡൻസ് എന്ന് പറഞ്ഞില്ലേ നമ്മുടെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്ന കാര്യം. ഇതിൽ നിന്ന് എനർജി പെട്ടെന്ന് കിട്ടുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പിന്നെ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡൻസ് എന്ന് പറയുന്നത് അധികമാണ്. അപ്പോ അതിന് പകരമായിട്ടാണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഈ എനർജി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് വിട്ട് നമ്മുടെ ശരീരത്തില് ഫാറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും എനർജി ഉണ്ടാക്കുന്ന വഴിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വർഷം നിങ്ങൾ ഇതിനെ ശീലിച്ചത് ശരീരം കുറച്ചൊന്ന് ടൈം എടുത്തിട്ടാണ് ഇതിലേക്ക് ശീലിക്കുക. അപ്പൊ ആ ഒരു ആദ്യം ഡയറ്റ് എടുക്കുമ്പോൾ ഒരു 4-5 ദിവസം ചിലവർക്ക് അത് ഉണ്ടാവില്ല, ചിലവർക്ക് മാത്രം ആ ഒരു തലവേദന അല്ലെങ്കിൽ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. അതിനുശേഷം നന്നായിട്ട് ഇതിലൂടെ പോയിക്കോളും. പറഞ്ഞോളൂ. വൈറ്റമിൻ ഡി 13 ഉള്ളൂ. ഞാൻ 1-ാം തീയതി തൊട്ടാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേ. ഞാൻ 8-ാമത്തെ ദിവസം നോക്കിയപ്പോ 4 kg വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. ഓക്കെ മാഡം. ഇപ്പൊ ഞാൻ ഇന്നലെ നോക്കിയപ്പോ വെയിറ്റ് ആ ഒരു ഇതിമ തന്നെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ മുന്നത്തെക്കാളും നന്നായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സെയിം ആ 8-ാമത്തെ ദിവസം ഞാൻ നോക്കിയ സെയിം വെയിറ്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെൻഷൻ അടിച്ച് ചെയ്യരുത്. ഒന്നാമത് അത് കുറയുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ ചെയ്യരുത്. കാരണം ടെൻഷൻ അടിക്കുമ്പോൾ കോർട്ടിസോൾ കൂടും. കോർട്ടിസോളും ഇതുപോലെ തടി കൂട്ടുന്ന ഹോർമോണാണ്. മറ്റൊന്ന്, അധികമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചിലപ്പോൾ കൂട്ടാണ് വരിക. കാരണം നമ്മൾ ഫാറ്റ് ലോസ് ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് കൊഴുപ്പ് കുറയും, നിങ്ങളുടെ ഇഞ്ച് ലോസ് ഉണ്ടാവും, ഡ്രസ്സൊക്കെ ചിലപ്പോൾ ലൂസാവും,
പക്ഷെ അതൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ വെയിറ്റ് കൂടും. വെയിറ്റിൽ ലോസ് എന്ന് ആയിട്ട് വെച്ചാല് കാണില്ല. ആ കൊഴുപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് മസിൽ ബൾക്ക് ഉണ്ടാവും. ശരീരത്തിൽ മസിലിന്റെ അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ ബൾക്ക് കൂടുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് കൂടുതലാണ്. അപ്പൊ അത് കണ്ട് പേടിക്കണ്ട. നമുക്ക് വേണ്ടത് ഫാറ്റ് തന്നെയാണ്. എന്നാൽ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. കാരണം 8 ദിവസം കൊണ്ട് എനിക്ക് 4 kg കുറക്കാൻ കഴിഞ്ഞല്ലോ. അതിന് ഒരുപാട് താങ്ക്സ്. സന്തോഷം മാഡം. കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഹലോ സാർ. കൂടുതലാണ്. അപ്പൊ അതെന്താ അങ്ങനെ? പിന്നെ അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് വേദനയുണ്ട്. ചെക്ക് കയറുന്ന ശരീരത്തിന് കഴിച്ചോളം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വേദനയുണ്ട്. കൂടുതലായിട്ട് നിൽക്കുന്നത് ഭയങ്കര നെഞ്ചിരിപ്പ് ഭയങ്കര കൂടുതൽ ഭയങ്കരമായിട്ട് പോലെ. മാഡം വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് കഴിക്കാം. ഡയറ്റീഷ്യനോടൊന്ന് ചോദിച്ചാൽ മതി. ഹലോ സാർ, ഞങ്ങളെ മോന് വേണ്ടിയിട്ടാണ് ഡയറ്റ് തുടങ്ങിയത്. മോന് 8 വയസ്സായിട്ടുള്ളൂ. ആൾക്ക് ഒബിസിറ്റി ആണ്, തൈറോയിഡ് ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്. ഇപ്പൊ ഡയറ്റ് ഇങ്ങനെ ചെറിയ മോനല്ല, അപ്പം മില്ലറ്റ് ആണ് രാവിലെ വൈകുന്നേരമൊക്കെ മില്ലറ്റ് ആണ് കൊടുക്കുന്നത്. ഹലോ, ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. മില്ലറ്റോ? ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. അല്ലാതെ മോനേറ്റിനോടൊന്നും താല്പര്യമില്ല മോനെ. ഒരു ദിവസം കൊടുത്ത് പിന്നെ വേണ്ടെന്നാ പറയണേ. പിന്നെ പച്ചരിന്റെ ഫുഡ് കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് മില്ലറ്റ് സാമാ റൈസ് ആണ് കൊടുക്കണത്. നമ്മുടെ പിന്നെ കുറച്ച് പാടുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ അത് പതുക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. ഒറ്റ ദിവസത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ പതുക്കെ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മില്ലറ്റ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മില്ലറ്റ് ആണെങ്കിലും എങ്ങനെ പോയാലും അത് ഈ സീരിയൽസ് ആൻഡ് ഗ്രെയിൻസ് എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്നതാണ്. അപ്പോ അത് ഈ വീറ്റ് അല്ലെങ്കിൽ ഇപ്പോ ഇതാ അരിയിലുണ്ടാകുന്നത് 80% ഷുഗർ കണ്ടന്റ്. ഇനി അത് നിങ്ങൾ ഈ ഇതിലെടുത്തിട്ട് ഏത് തരത്തിലുള്ളത് എടുത്തു കഴിഞ്ഞാലും, ഗോതമ്പാണെങ്കിലും 75, അല്ലെങ്കിൽ മില്ലറ്റ്, പേൾ മില്ലറ്റ്, ചോളം അല്ലെങ്കിൽ ഓട്സ്, ഏതെടുത്തു കഴിഞ്ഞാലും ഒരു 70% തൊട്ട് 85% വരെ ഷുഗർ കണ്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പാടുള്ള കാര്യമാണ്, എന്നാലും ഈ ഡയറ്റ് ലിക്കർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. ലിക്കർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. കാരണം അത് നമ്മുടെ ലിവറിന് ഭയങ്കര ഒരു ലോഡായി പോകും. നമ്മുടെ ബിയർ ഉൾപ്പെടെ എല്ലാം എല്ലാം ഉൾപ്പെടെ ഇപ്പോഴേ കേറാൻ പറ്റുള്ളൂ. എനിക്ക് ആകെ 2 കിലോനെ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസിഡ് കൂടുതലാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് കഴിക്കുക. കാരണം ചിലപ്പോൾ വീണ്ടും നെഞ്ചരിച്ചിൽ കൂടാൻ സാധ്യത ഉണ്ട്. അതല്ല, ആസിഡ് കുറവാണെങ്കിൽ, വിശപ്പ് കുറവാണെങ്കിൽ, ദഹനക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ നന്നായി. ഭക്ഷണത്തിന് മുന്നേ 3 നേരം ഭക്ഷണത്തിന് മുന്നേ 3 നേരം കഴിക്കുകയാണെങ്കിൽ നല്ലത്. ഡയറ്റീഷ്യനോട് ചോദിച്ചാൽ മതി, അളവൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബേക്കിംഗ് സോഡ കലക്കി കുടിക്കുന്ന ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞു തന്നു. ഒരു പേടി, കഴിച്ച് നോക്കിയില്ല. അത് നമുക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ നേരത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അസിഡിറ്റി ഒന്ന് കുറഞ്ഞിരിക്കുന്ന മൈഗ്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കുന്ന ബേക്കിംഗ് സോഡ കലക്കി കുടിച്ചാൽ കൂടുമോ, അസിഡിറ്റി കൂടുമോ, അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പേടിച്ചിട്ട് ചെയ്തില്ല. ഇപ്പൊ കുറവുണ്ടോ മാഡത്തിന്റെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്? കുറവുണ്ടോ? എനിക്കിപ്പോ ഇല്ല. ഞാൻ കുറെ വർഷങ്ങളായിട്ട് നല്ല ഡയറ്റിലാണ്. അപ്പൊ എനിക്ക് അത് മാറി. ഭക്ഷണത്തിലൂടെ വെള്ളം കുടിക്കുന്നില്ല, അങ്ങനെ എനിക്കത് നല്ലതായിട്ട് മാറി നിൽക്കുകയാണ്. പക്ഷെ നല്ല പുളിയുള്ള എന്തെങ്കിലും കഴിച്ചാൽ ചില സമയത്ത് ഇങ്ങനെ നെഞ്ചെരിഞ്ഞ് കയറി വരും. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കൊന്ന് മനസ്സിലാക്കാനാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്തോളൂ. സാറേ, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഡെയിലി രാവിലെ ഈ 1 മാസം മുട്ട കഴിക്കാൻ പറ്റും? തീർച്ചയായും മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ഡോക്ടർ നമസ്കാരം. നമസ്കാരം മാഡം. ഞാൻ ഡോക്ടറെ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 17 ദിവസം 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് 4 കിലോ വെയിറ്റ് ലോസ് ഉണ്ടായി. ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് വയറ്റിന് ഫുഡ് കഴിക്കുമ്പോൾ രാത്രി കിടക്കാൻ നേരം ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെ നമ്മള് ബേക്കിംഗ് സോഡ ഞാൻ അത് ചെയ്ത് നോക്കി. എന്നിട്ട് എനിക്ക് അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. ആപ്പിൾ സിഡർ വിനെഗർ വാങ്ങി ആഹാരത്തിന് 3 നേരവും ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറോട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. എനിക്ക് തൈറോയിഡിന് ടാബ്ലറ്റ് ഞാൻ 15 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള എക്സസൈസ് ഞാൻ എല്ലാ ദിവസവും ഈ 17 ദിവസം ഡയറ്റ് ഫോളോ ചെയ്തെങ്കിൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് എനിക്ക് പറ്റുന്ന ടൈമിൽ വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാവിലെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു 2 ദിവസമായിട്ട് എന്റെ ഇടത്തെ കാലിന്റെ മുട്ട് ചെറിയ വേദന, വലുതായിട്ടില്ല. എനിക്ക് ഇങ്ങനെ നല്ലതായിട്ട് അത് മുട്ട് മടക്കുമ്പോഴും ഒക്കെ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ നല്ല വേദന, ഒരു ചെറിയ വേദനയുണ്ട്. നടക്കുമ്പോൾ പോകും. മാഡം കേൾക്കുന്നില്ല. ഒന്നാമത് മാഡം വിറ്റമിൻ ഡി കഴിച്ചാൽ മതി കേട്ടോ. വിറ്റമിൻ ഡിയും മഗ്നീഷ്യവും കഴിക്കാം. അല്ല ഡോക്ടർ നേരത്തെ വെയില് കൊള്ളുന്ന കാര്യം പറഞ്ഞു. ഞാൻ ശരിക്കും വെയിൽ കൊള്ളുന്ന ഒരാളാണ്. എന്റെ ജോലിയും അങ്ങനെയാണ്. രാവിലെ മുതൽ വൈകുന്നേരത്ത് വരെ ഞാൻ വെയിൽ കൊള്ളുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്താന്ന് എനിക്ക് അത് ആ ഒരു സംശയം കൂടി ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. കാരണം വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വെയിൽ കൊള്ളുന്ന ചിലപ്പോൾ ശരീരത്തിൽ നിറയെ പേരുണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എന്നിട്ട് നമുക്ക് പിന്നെ കറക്റ്റ് ആയിട്ട് പറയാം. മഗ്നീഷ്യത്തിന്റെ ഡോസേജ് എത്രയാണ് ഡോക്ടർ? ഒരു ദിവസം നമുക്കൊരു 300 തൊട്ട് ഒരു 500 mg വരെ കഴിക്കാം. എത്ര നാളേക്ക് കഴിക്കേണ്ടി വരും ഡോക്ടർ? നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ എന്നും കഴിക്കുന്നുണ്ട്. നല്ലതാണ്. ഒരു ദിവസം 300 മുതൽ 500 mg വരെ കഴിക്കാം. അതിൽ കുറച്ച് പിന്നെ ഈ ഷുഗർ ക്രേവിങ്സ് കുറയ്ക്കാൻ എന്തെങ്കിലും അതിന് മനസ്സിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫാറ്റ് കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇപ്പോ ആദ്യത്തെ ദിവസങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും സ്നാക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഒരൊറ്റ മുട്ട പിന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ ബുൾസായി ഇട്ടിട്ട് കഴിക്കുക. വലിയ ഫാറ്റ് പിന്നെ വലിയ വിശപ്പൊന്നും അല്ലെങ്കിൽ ക്രേവിങ്സ് ഒന്നും തോന്നില്ല. അല്ല, ഇപ്പൊ നമ്മൾ ഈ 3 മുട്ട രാവിലെ കഴിക്കുന്നതിന്റെ മുകളിൽ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടാവില്ലല്ലേ? കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ ഒരു എക്കണോമിക്കലി അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 എണ്ണം വെച്ചിട്ട് ഞാൻ നിർത്തിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം ഒരു 6 എണ്ണോ 9 എണ്ണോ കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. ഹലോ ഡോക്ടർ, ഈ 5-6 ഒരു ദിവസം എന്ന് പറഞ്ഞത് ഇസ് ഇറ്റ് എഗ്? യു മീൻ എഗ്? മുട്ട തന്നെയാണ്. ഹലോ, സോ വിത്ത് ദ യോക്ക്? അതെ, യോക്ക് വെച്ചിട്ട്. കൊളസ്ട്രോളിനെ കുറിച്ച് പേടിക്കണ്ട. കൊളസ്ട്രോളിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അത് കുറച്ച് ലോങ് ടോപ്പിക്കാണ്. പക്ഷെ നിറയെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. I have couple of questions. One is about this glutathione and the collagen. I mean, എന്താണ് അതിന്റെ ഒരു നാച്ചുറൽ ഇൻടേക്കിന് നമുക്ക് എന്താണ് ഇതിൽ ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുക? ഇഫ് നോട്ട്, വാട്ട് ആർ ദ ബ്രാൻഡ് യു ആർ സജസ്റ്റിംഗ്? കൊളാജൻ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നന്നായി സ്ലോ കുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രഷർ കുക്ക് ചെയ്തിട്ടുള്ള എല്ല് സൂപ്പുകൾ, നന്നായിട്ട് ആട്ടുകാൽ സൂപ്പോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് ബഫലോ മീറ്റ് കിട്ടുമല്ലോ, അതിന്റെ സൂപ്പാണെങ്കിലും മതി. ഗ്ലൂട്ടാത്തൈൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ നിങ്ങൾ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ലിവർ ക്ലീൻ ആവുകയും ലിവറിൽ തന്നെ പിന്നെ അതിന്റെ നോർമൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അത് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിക്കോളും. അത് കഴിക്കണമെന്നില്ല. കഴിക്കുകയാണെങ്കിൽ ഒരു നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. നല്ല റിസൾട്ട് തോന്നും, ഒരു എനർജി പെട്ടെന്ന് തോന്നും. Muscle pains prescription on could you please put it in the chat, because I try to listen to your Insta videos. Okay. The thing you are so fast, I could not figure it out. Okay, no problem.
ഇതിൽ ചാറ്റിൽ ഒന്ന് ഇട്ടാൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഹെൽപ്പ്. ഓക്കെ മാഡം, ഓക്കെ മാഡം. ഹലോ ഡോക്ടർ, ലോ ബി പിക്ക് എന്താ ചെയ്യുക? ഏതിനാണ്? ലോ ബി പി ഉണ്ട്. ആ, അപ്പൊ അതിന് ഞാനിപ്പോ ഡയറ്റ് എടുത്ത് വന്നപ്പോ ലോ ബി പി ആണ്. അപ്പൊ അതിന് നമുക്ക് ഫുഡിൽ എന്താ ആഡ് ചെയ്യാൻ? സോൾട്ട് അല്ലാതെ വേറെ എന്താ ആഡ് ചെയ്യണം? സോൾട്ട് അല്ലാതെ കൂടുതലും ലോ ബി പി വരുന്നത് ഒരു ഹൈപ്പോഗ്ലൈസീമിയയുടെ കൂടെയാണ് പലപ്പോഴും ലോ ബി പി വരുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി പോകുന്നത്. ഈ ഷുഗർ ഡൗൺ ആയി പോകുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ വരാറുള്ളത്. അപ്പോ ആ ഒരു കാര്യം നമ്മുടെ ഡയറ്റ് എടുക്കുമ്പോൾ പതുക്കെ പതുക്കെ മാറിക്കോളും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് അതൊന്ന് ആ ഒരു റെസിസ്റ്റൻസ് മാറ്റാൻ കോഡ് ലിവർ ഓയിൽ കഴിച്ചാൽ മതി. ഇപ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്താലും അത് റെഗുലർ ആയിട്ട് വരും കേട്ടോ. ഹലോ, ഇപ്പൊ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അതൊന്ന് വെയിറ്റ് ചെയ്ത് സൂപ്പ് കഴിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് മാഡം? കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ സൂപ്പ് കഴിക്കാൻ പറ്റുമോ? തീർച്ചയായും. കൊളസ്ട്രോൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഞാനിപ്പോ എടുത്തിട്ടുള്ളൂ അതിനെ കുറിച്ച് ക്ലാസ്, അതുകൊണ്ട് വീണ്ടും എടുക്കുന്നില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻസ് അതിന്റെ വീഡിയോസ് ഇട്ട് തരും കേട്ടോ. ഓക്കെ സാർ, വൈറ്റമിൻ ഡി നമുക്കൊരു 25 ഒക്കെ ആണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എടുക്കണം. അത് അറ്റ്ലീസ്റ്റ് നമ്മുടെ പൂർവികരിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ഹെൽത്തി ഉണ്ടായിരുന്ന വൈറ്റമിൻ ഡി ലെവൽസ് എന്ന് പറയുന്നത് 80-ന് ചുറ്റാണ്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 60-70 എങ്കിലും വരുന്നത് വരെ ടാബ്ലറ്റ്സ് എടുക്കണം. നമ്മളത് മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞാൽ മതിയോ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് തരാൻ? ഡയറ്റീഷ്യനോട് എത്രയാണെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു തരാം. അത് പറ്റി ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. എങ്ങനെയാണ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് എങ്ങനെ എടുക്കല്? ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ട് ഓക്കെ ഫാസ്റ്റിംഗ് പകൽ സമയം ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ അല്ലേ? അതെ, അത് ഡയറ്റീഷ്യൻ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ചപ്പാത്തി ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ? എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ ചാർട്ട് ഡയറ്റീഷ്യൻ പറഞ്ഞു തരും. ഹലോ ഡോക്ടർ, ഒരു ഡൗട്ട്. പറഞ്ഞോളൂ ഡോക്ടർ. ഞാനിവിടെ ദുബായിലാണ്. അപ്പോ നമുക്കിവിടെ പിന്നെ എന്താണ് ഷീപ്പിന്റേതാണ് കിട്ടുന്നത് സൂപ്പ് വയ്ക്കാനായിട്ട്. അപ്പൊ അത് കുഴപ്പമില്ലല്ലോ, യൂസ് ചെയ്യാലോ? വളരെ നല്ലതാണ്, ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഹെൽത്തിയാണ്, വളരെ ഹെൽത്തി. ഹലോ ഡോക്ടർ. ഈ എല്ലിന്റെ സൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഓൺലി ദ ബോൺ, നോട്ട് വിത്ത് ദ ഫ്ലഷ്, റൈറ്റ്? നോ മീറ്റ്. അങ്ങനൊന്നുമില്ല. ബോണാണ് പ്രൈമറിലി വേണ്ടത്. പക്ഷെ ഫ്ലഷ് ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. Because the availability also matters, you know. Where I live in, നമുക്ക് ഇങ്ങനെ ബോൺ ആയിട്ട് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട്. എവിടെയാണ് മാഡം ഉള്ളത്? I live in Berlin. ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടാൻ സാധ്യത കൂടുതലാണ് ആക്ച്വലി. ഈ നമ്മൾ ഈ എന്താണ് ചോപ്സ്റ്റിക് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഷീപ്പിൽ, ഐ മീൻ ലാമ്പിൽ തന്നെ കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് അത്. ഇറ്റ്സ് കംസ് വിത്ത് ലിറ്റിൽ ബോൺ ആൻഡ് ബട്ട് മോസ്റ്റ്ലി അത് ഫ്ലഷ് ആണ്, ആക്ച്വലി മീറ്റ് ആണ് അതിൽ വരുന്നത്. നമ്മൾ സാധാരണ അത് വാങ്ങിയിട്ടാണ് ഇങ്ങനെ സൂപ്പ് മാതിരിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറ്. എന്തായാലും കിട്ടും, നിങ്ങൾ ചോദിച്ചാൽ മതി. ബുച്ചറിന്റെ അടുത്ത് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, എന്തായാലും കിട്ടും. അതുപോലെ സാർ, ഈ തൈരും മീനും കൂടെ കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആണോ? കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റും. വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് അത് അലർജി ഉണ്ടാവുന്നത്. അത് തൈരും മീനും അലർജി ആയതുകൊണ്ടല്ല. ഇപ്പൊ ഓരോരുത്തർക്ക് ചിലപ്പോ ഓറഞ്ച് അലർജി ആയിരിക്കും, ചിലവർക്ക് ചിക്കൻ അലർജി ആയിരിക്കും, ചിലവർക്ക് മുട്ടയുടെ മഞ്ഞക്കരു അലർജി ആയിരിക്കും. എന്ന പോലെ വളരെ ചുരുക്കം പേരിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ അതെല്ലാവരും അത് ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ഹലോ സാർ. പറഞ്ഞോളൂ. പിന്നെ ഞാൻ ഈ ഗുളിക കഴിക്കുന്നത്, കൊണ്ടിവലിന്റെ ഗുളിക കഴിക്കുന്നത് 425. അതുകൊണ്ട് എന്തോ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഒരു ദിവസം ഒരു 1000 mg വരെ കഴിക്കാം കേട്ടോ. 1.5 മാസമായി ഡയറ്റ് തുടങ്ങിയിട്ട്. 84 ഉണ്ടായിരുന്നു, ഇപ്പൊ 77 എത്തിയിട്ടുണ്ട്. സൂപ്പർ. കണ്ടിന്യൂ ചെയ്തോളൂ മാഡം. ഹലോ ഡോക്ടർ. ഹലോ. പപ്പസിന്റെ വിനഗിരി കഴിക്കുന്നുണ്ട്. അതിപ്പോ 500 ബോട്ടിൽ കഴിക്കുന്നു. ഇനിയും വാങ്ങി കഴിക്കുന്നത് കുഴപ്പമുണ്ടോ? ഏത് കഴിക്കുകയാണെങ്കിലാണ്? ആപ്പിൾസിന്റെ വിനഗിരി 3 നേരം ഭക്ഷണത്തിന്റെ മുന്നേ കഴിക്കുന്നുണ്ട്. ഇല്ല, കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ മാഡം. തൈറോയ്ഡ് ഉള്ളവർക്ക് ഉറക്കം കൂടുതലുണ്ടാവോ?
രണ്ട് തരത്തിലുണ്ട്. തീരെ ഉറക്കം കിട്ടാത്തവരും ഉണ്ട്, നല്ല ഉറക്കം കൂടുന്നവരും ഉണ്ട്. എനിക്ക് ഡീപ്പായിട്ട് നല്ല ഉറങ്ങുന്നതോട് പ്രശ്നമുണ്ടോ? എങ്ങനെയാണ്? എനിക്ക് ഡീപ്പായിട്ട് നല്ല ഉറക്കമുണ്ട്. ഉച്ചക്ക് കുറച്ചു നേരം ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ. അതുപോലെ വെള്ളം ഒരു ദിവസം എത്ര ലിറ്റർ കുടിക്കാം? വെള്ളം ഒരു ദിവസം വലിയ പണിയൊന്നും എടുക്കാത്തവരാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കാത്തവരാണെങ്കിൽ ഒരു 2 ലിറ്ററോളം മതിയാവും. ഡോക്ടർ, ഈ രാവിലെ എണീക്കുമ്പോൾ കാലിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഭയങ്കര ശബ്ദം കേൾക്കുന്നു. അതെന്തുകൊണ്ടാണ്? കുറച്ചു നേരത്തേക്കേ ഉള്ളൂ രാവിലത്തെ മാത്രം, പിന്നെ ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു മുട്ടിന്റെ സൈഡാണോ അല്ലെങ്കിൽ? അല്ല, മുട്ടിന് താഴെയിട്ട് വരുമ്പോ ഉള്ള സൈഡിലാണ് ഇങ്ങനെ കെടകെടാന്ന് ശബ്ദം കേൾക്കും. കുറച്ചു നേരത്തേക്കുള്ളൂ നടക്കുമ്പോ, പിന്നെ അത് ഓക്കെ. ക്രാംസ് വരുന്നുണ്ടോ ഇങ്ങനെ? ഒരു ഞെട്ടൊടിക്കുന്ന ശബ്ദം പോലെ ഇങ്ങനെ ഞെട്ടൊടിക്കുന്ന ശബ്ദം പോലെ. ആ. എത്ര വർഷമായിട്ടുണ്ട്? എനിക്കിപ്പോ ഒരു വർഷത്തോളായി. ഞാനിപ്പോ ഡയറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഒരു 5 ദിവസമായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഫാറ്റ് ലോസ് ഒന്ന് വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ആണല്ലേ? വിറ്റമിൻ ഡി എനിക്ക് കുറവായിരുന്നു. ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ, നോർമലായി 50-70 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മഗ്നീഷ്യം കഴിക്കാം. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം കഴിക്കാം. എന്റെ കൈയും കാലൊക്കെ എപ്പോഴും ഭയങ്കര തരിപ്പ് തോന്നും. കുറച്ചു നേരം നമ്മൾ ഇരുന്നെണീക്കുമ്പോഴായാലൊക്കെ അതെനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടാവും ഒരു തരിപ്പ്. അപ്പൊ അതിന് എന്താ ചെയ്യാ? കഴുത്തിൽ വേദന ഉണ്ടോ? കഴുത്തിലോ കയ്യിൽ പിന്നെ നടുവിൽ എവിടെയെങ്കിലും വേദന ഉണ്ടോ? ഇല്ല, ഷോൾഡറിന് ചില സമയത്ത് ഷോൾഡറിന് പെയിൻ വരും, വേറെ വേദനകളൊന്നുമില്ല. ചെറുപ്പത്തിൽ വീണായിരുന്നോ? അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഉണ്ടോ? ഇല്ല. അപ്പൊ വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവ് ഉണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട്. ഇറച്ചി മീനൊക്കെ നന്നായിട്ട് കഴിക്കാറില്ലേ? മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. ദഹനക്കുറവുണ്ടോ? ഇല്ല. വിറ്റമിൻ B12 ടെസ്റ്റ് ചെയ്തിട്ട് ദഹനക്കുറവുണ്ടെന്നാണ് ഡയറ്റീഷ്യൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കുക, വിറ്റമിൻ ബി കോംപ്ലക്സും വാങ്ങിച്ചിട്ട് കഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ വിറ്റമിൻ B12 മാത്രം. സർ, എനിക്ക് 35. അപ്പോൾ താങ്ക് യു എവ്രി വൺ. ഇത്രയും നേരം കൂടെ ഇരുന്ന് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഇത്രയും ശ്രദ്ധ പുലർത്തുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. താങ്ക് യു എവ്രി വൺ. ഞാൻ ആർക്കെങ്കിലും ഡൗട്ട്സ് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഡയറ്റീഷ്യൻ്റെ അടുത്ത് ഒരു വോയിസ് നോട്ട് അയക്കുക. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സ് അതിന് റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക് യു എവ്രി വൺ. നല്ല സന്തോഷമുണ്ട്. ഇന്നത്തെ ക്ലാസ് വളരെ ഒരു ഇന്ററാക്റ്റീവ് ആയിരുന്നു. എന്നും ഇങ്ങനെ ആവണം. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ താങ്ക് യു എവ്രി വൺ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. അടുത്ത ആഴ്ച കാണാം. Good night. Thanks for your time, doctor. Good night. Good night. Good night, sir. Good night, sir. Thank you. Thank you, sir. Thank you.